ബ്ലാസ്റ്റോമേഴ്സ് ഇൻ ബ്ലാസ്റ്റോസിസ്റ്റ് യൂട്രൈൻ വോളിൽ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച്ഡ് ആയപ്പോൾ അവിടെ യൂട്രൈൻ ടിഷ്യൂ അതിനെ കവർ ചെയ്തപ്പോൾ ഇംപ്ലാന്റേഷൻ നടന്നു. അതിനെ നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയണമെന്ന് പറഞ്ഞു. സോ ഈ ഇംപ്ലാന്റേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി. സോ ഇംപ്ലാന്റേഷൻ ആയാലാണ് നമ്മൾ പറയുക ദാറ്റ് വുമൺ ഈസ് പ്രഗ്നൻ്റ് എന്ന് പറയാം. സോ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? പ്രഗ്നൻസി. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് പ്രഗ്നൻസി, അത് കഴിഞ്ഞ് അതിൻ്റെ ഫർദർ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്താണെന്നാണ്. സോ പ്രഗ്നൻസിയിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഔട്ടർ ലെയറാണ് നമ്മൾ പറഞ്ഞിരുന്നു ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇന്നർ ലെയറുകളൊക്കെ ഇന്നർ സെൽമാസ് ആയിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇംപ്ലാന്റേഷന് ശേഷം എന്താണ് ട്രോഫോബ്ലാസ്റ്റിന് സംഭവിക്കുന്നത്? സോ ട്രോഫോബ്ലാസ്റ്റിന് മേലെ ഇംപ്ലാന്റിന് ശേഷം ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരും. സോ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വന്നിട്ട് അതിൻ്റെ പേരാണ് കൊറിയോണിക് വില്ലേ. സോ നമ്മുടെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു? ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യും. സോ ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ഓൺ ട്രോഫോബ്ലാസ്റ്റ്. സോ ട്രോഫോബ്ലാസ്റ്റിൽ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വരും. അതിൻ്റെ പേരാണ് കൊറിയോണിക് വില്ലേ. അതിൻ്റെ പേരാണ് കൊറിയോണിക് വില്ലേ. ഈ കൊറിയോണിക് വില്ലയിനെ ചുറ്റും നമ്മൾ പറഞ്ഞു ഇതൊക്കെ എവിടെയാണ്? യൂട്രൈൻ ടിഷ്യൂ വെച്ചിട്ടാണ്. അതിൻ്റെ യൂട്രൈൻ ടിഷ്യൂ അതിനെ യൂട്രസിൻ്റെ ടിഷ്യൂസ് മുഴുവൻ അതിനെ കവർ ചെയ്ത് എംബഡഡ് ആയിട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പേര് പറയുന്നത് ഇംപ്ലാന്റേഷൻ. സോ അതുകൊണ്ട് ഈ ട്രോഫോബ്ലാസ്റ്റിൽ വരുന്ന ആ കൊറിയോണിക് വില്ലയും കൂടി എന്താണ്? സറൗണ്ടഡ് ബൈ യൂട്രൈൻ ടിഷ്യൂ ആൻഡ് മെറ്റേണൽ ബ്ലഡ്. സോ മെറ്റേണൽ ബ്ലഡ് എന്ന് പറഞ്ഞാൽ മദറിൻ്റെ ബ്ലഡും അതുപോലെ യൂട്രൈൻ ടിഷ്യൂവും ഈ പറഞ്ഞ ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഇത് വരുന്ന കൊറിയോണിക് വില്ലയിനെ സറൗണ്ട് ചെയ്ത് നിൽക്കും. സോ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് കുറച്ച് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യുമ്പോൾ അതിന് ചുറ്റുമായിട്ട് എന്തുണ്ട്? സറൗണ്ട് ചെയ്തിട്ട് യൂട്രൈൻ ടിഷ്യൂ, യൂട്രസിൻ്റെ ടിഷ്യൂകൾ, അതായത് എൻഡോമെട്രിയം അല്ലെങ്കിൽ അങ്ങനത്തെ ടിഷ്യൂ പ്ലസ് പിന്നെ എന്തുണ്ടാവും? മെറ്റേണൽ ബ്ലഡും കൂടി അതിനെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂയും കൂടി അപ്പോൾ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യാണ്. ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് വരുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനായ കൊറിയോണിക് വില്ലായി, അതിന് ചുറ്റും കാണുന്ന യൂട്രസിൻ്റെ ടിഷ്യൂ, അതുപോലെ മെറ്റേണൽ ബ്ലഡ്, അമ്മയുടെ ബ്ലഡ്, ഇത് രണ്ടും കൂടി ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഫോം ചെയ്യും. അതാണ് പറയാൻ പോകുന്നത്. കൊറിയോണിക് വില്ലയും അതുപോലെ അതിനെ ചുറ്റി നിൽക്കുന്ന യൂട്രൈൻ ടിഷ്യൂയും കൂടിയിട്ട് തമ്മിൽ ഇൻ്റർഡിജിറ്റേറ്റ് തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഡെവലപ്പ് ചെയ്യും. സോ നമ്മുടെ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് വന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനായ കൊറിയോണിക് വില്ലയും അതിന് ചുറ്റുമുള്ള യൂട്രൈൻ ടിഷ്യൂം കൂടി ഇൻ്റർഡിജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ തമ്മിൽ അത് മിക്സ് ചെയ്ത് ഒരു സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഫോം ചെയ്യും. ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് പ്ലാസൻറ്റ. സോ നമ്മുടെ കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂം കൂടി മിക്സ് ചെയ്തിട്ട് വരുന്ന ആ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റാണ് പ്ലാസൻറ്റ. അത് ആരുടെ ഇടയിലായിരിക്കും ഈ പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത്? പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്യുന്നത് ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ അഥവാ ഫീറ്റസ്, വളർന്നുകൊണ്ടിരിക്കുന്ന എംബ്രിയോ അഥവാ ഫീറ്റസിൻ്റെയും അതുപോലെ തന്നെ മദറിൻ്റെ ബ്ലഡ്, മെറ്റേണൽ ബോഡി. സോ മെറ്റേണൽ ബോഡിയും അതുപോലെ ബിറ്റ്വീൻ ഡെവലപ്പിംഗ് എംബ്രിയോ, സോ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഒരു കണക്ഷനായിട്ട് പ്ലാസൻറ്റ അവിടെ നിൽക്കുകയാണ്. എങ്ങനെയാണ് പ്ലാസൻറ്റ ഡെവലപ്പ് ചെയ്തത്? നമ്മുടെ ട്രോഫോബ്ലാസ്റ്റ്, നമ്മുടെ ആ യൂട്രൈൻ ടിഷ്യൂവിൽ എംബഡായി കിടക്കുന്ന ഔട്ടർ ലെയറായ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് വന്ന് അതിനെ വിളിക്കുന്ന പേരാണ് കൊറിയോണിക് വില്ലേ. ആ കൊറിയോണിക് വില്ലയിന് ചുറ്റുമായിട്ട് യൂട്രൈൻ ടിഷ്യൂ ഉണ്ടായിരുന്നു, അതുപോലെ മെറ്റേണൽ ബ്ലഡ് ഉണ്ടായിരുന്നു. സോ ഈ കൊറിയോണിക് വില്ലയും മെറ്റേണൽ ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ഫോം ചെയ്തു. അതായിരുന്നു പ്ലാസൻറ്റ. ആരും ഇടയിലുള്ള സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് ആയിരുന്നു പ്ലാസൻറ്റ. ബിറ്റ്വീൻ ആരാണ്? ഡെവലപ്പിംഗ് എംബ്രിയോ, ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോ അഥവാ ഫീറ്റസും അതുപോലെ മെറ്റേണൽ ബോഡി തന്നെ മദറിൻ്റെ ബോഡി വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഫീറ്റസും തമ്മിൽ ഇടയിലുള്ള ഒരു കണക്ഷനായിട്ട് എന്ത് മാറുകയാണ്? പ്ലാസൻറ്റ ഫോം ചെയ്യണം. ഇനി പ്ലാസൻറ്റയുടെ കുറച്ച് ഫങ്ഷൻസ് ആണ് നമ്മൾ പറയാൻ പോണത്. സോ പ്ലാസൻറ്റയുടെ ഫങ്ഷൻ, എന്തിനാണ് ഇതിൻ്റെ ഇടയിലൊരു കണക്ഷൻ? അതായത് മെറ്റേണൽ ബോഡി, അമ്മയുടെ ബോഡിയും അതുപോലെ ആ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ, കുഞ്ഞാവാൻ പോകുന്ന എംബ്രിയോ തമ്മിൽ എന്തിനാണ് അങ്ങനെ ഒരു കണക്ഷൻ ഫോം ചെയ്തത്? അതിനൊരു ഫങ്ഷൻ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? സപ്ലൈ ഓഫ് ഓക്സിജൻ ന്യൂട്രിയൻസ്. സോ അമ്മയുടെ ശരീരത്തിൽ നിന്ന് കിട്ടുന്ന ഓക്സിജനും ന്യൂട്രിയൻസും ഈ കുഞ്ഞിന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീറ്റസിന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ആയിരുന്നു പ്ലാസൻറ്റ. സോ പ്ലാസൻറ്റയുടെ മെയിൻ ഫങ്ഷൻ എന്താണ്? എന്താ ചെയ്യണത്? അത് ഓക്സിജനെയും ന്യൂട്രിയൻസിനും മദറിൻ്റെ ബോഡിയിൽ നിന്ന് ഈ കുഞ്ഞിന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യുക മാത്രം, കുട്ടിയിൽ നിന്ന് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് തന്നെ അതും ആ എംബ്രിയോന്ന് എടുത്ത് മാറ്റുന്നതും പ്ലാസൻറ്റയാണ്. സോ പ്ലാസൻറ്റയുടെ ഫങ്ഷൻ സപ്ലൈ ഓഫ് ഓക്സിജൻ ന്യൂട്രിയൻസ്
ടു ദ എംബ്രിയോ. എംബ്രിയോ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഫീറ്റസിന് എന്ത് കൊടുക്കുന്നു? ഓക്സിജൻ ന്യൂട്രിയൻസും അമ്മയുടെ ബോഡിയിൽ നിന്ന് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ ഫീറ്റസിൻ്റെ ബോഡിയിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് മെറ്റീരിയലാണ്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, കുഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസും ഈ ഡെവലപ്പിംഗ് ഫീറ്റസിൽ നിന്നുള്ളത് മുഴുവൻ ബൈ ദ എംബ്രിയോ എടുത്തു മാറ്റുന്നത് ആരാണ്? പ്ലാസൻ്റ. സോ പ്ലാസൻ്റ ഒരു എക്സ്ചേഞ്ചാണ്. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് സംഭവങ്ങൾ കൊടുക്കുന്നു, അമ്മയുടെ ബോഡിയിൽ നിന്ന് ഡെവലപ്പിംഗ് ഫീറ്റസ് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ ഡെവലപ്പ് ചെയ്ത ഫീറ്റസിൽ നിന്ന് കുറച്ച് എക്സ്ക്രീറ്ററി അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേസ്റ്റ് മെറ്റീരിയൽസ് അമ്മയുടെ ബോഡിയിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതും ത്രൂ പ്ലാസൻ്റയാണ്. അപ്പോൾ ഈ പ്ലാസൻ്റയും നമ്മുടെ എംബ്രിയോ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന നമ്മൾ പറഞ്ഞ പ്ലാസൻ്റ അമ്മയുടെ ബോഡിയും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോയും തമ്മിലുള്ള അതിൻ്റെ ഇടയിലാണ് പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ കറക്റ്റ് ഒരു കണക്ഷൻ, അതിൻ്റെ ഇടയിൽ ഇനിയൊരു കണക്ഷൻ ഉണ്ട്. പ്ലാസൻ്റ കണക്റ്റഡ് ടു ദ എംബ്രിയോ. ഈ പറഞ്ഞ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മുടെ കൊറിയോണിക് വില്ല യൂട്രൈൻ ടിഷ്യൂമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറായിരുന്നു എന്ത്? പ്ലാസൻ്റ. അപ്പോൾ പ്ലാസൻ്റ ഡയറക്റ്റ് എംബ്രിയോയ്ക്ക് കണക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കണക്റ്റിംഗ് ലിങ്കാണ് പ്ലാസൻ്റ കണക്റ്റഡ് ടു ദ എംബ്രിയോ. സോ ഈ ഫങ്ഷണൽ യൂണിറ്റായ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റായ നമ്മുടെ പ്ലാസൻ്റ എംബ്രിയോയ്ക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ ഒരു ഇതാണ് അംബിലിക്കൽ കോഡ്. ഇതാണ് നമ്മുടെ അംബിലിക്കൽ കോഡ്. കുട്ടിയുടെയൊക്കെ പൊക്കിൾ കൊടി എന്ന് പറഞ്ഞതില്ലേ, അത് കഴിയുമ്പോൾ കിട്ടുന്നത് അംബിലിക്കൽ കോഡ്. സോ പ്ലാസൻ്റ എംബ്രിയുമായിട്ട് കണക്ട് ചെയ്ത അതിൻ്റെ പേരാണ് അംബിലിക്കൽ കോഡ്. അപ്പോൾ അംബിലിക്കൽ കോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇതുപോലെ തന്നെ ട്രാൻസ്പോർട്ട്. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ട്രാൻസ്പോർട്ട് എവിടെ നിന്ന്? ഒന്ന് എംബ്രിയോയ്ക്ക്, അതുപോലെ എംബ്രിയോയിൽ നിന്ന് തിരിച്ച്. സോ എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോയ്ക്ക് അഥവാ ഫീറ്റസിലേക്ക് സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനും, അതുപോലെ എംബ്രിയോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീറ്റസ് അഥവാ എംബ്രിയോയിൽ നിന്ന് സബ്സ്റ്റൻസുകൾ എക്സ്ക്രീറ്ററി വേസ്റ്റ് തിരിച്ചു വരുന്നതിനും സഹായിക്കുന്ന ആളാണ് അംബിലിക്കൽ കോഡ്. സോ അംബിലിക്കൽ പ്രത്യേകത എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടു ആൻഡ് ഫ്രം എംബ്രിയോ. എംബ്രിയോയ്ക്കും അതുപോലെ എംബ്രിയോയിൽ നിന്നുമുള്ള സബ്സ്റ്റൻസുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ് ഈ കണക്റ്റിംഗ് ലിങ്കായ അംബിലിക്കൽ കോഡ്. അംബിലിക്കൽ കോഡ് എവിടെ നിന്നാണ് വന്നത്? പ്ലാസൻ്റ എംബ്രിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അംബിലിക്കൽ കോഡ് വെച്ചിട്ടാണ്. ഇനി അടുത്തത് മാത്രം പ്ലാസൻ്റയ്ക്ക് ഇനിയില്ല, ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട്. പ്ലാസൻ്റ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റാണ് പ്രഗ്നൻസി ടൈമിൽ ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഈ പ്ലാസൻ്റ ഓൾസോ ആക്ട് ആസ് ആൻ എൻഡോക്രൈൻ ടിഷ്യൂ. എൻഡോക്രൈൻ എന്ന് പറഞ്ഞാൽ ഹോർമോൺസുകളാണ്. സോ എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് പോലും പ്ലാസൻ്റ പ്രഗ്നൻസി ടൈമിൽ ആക്ട് ചെയ്യാണ്. അപ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അത് ഒരുപാട് ഹോർമോൺസുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പ്ലാസൻ്റ ഏതൊക്കെ ഹോർമോൺസുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നോക്കിയേ. HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HCG. അതുപോലെ HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, അതുമാത്രമല്ല ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ, ഇതുപോലത്തെ നിരവധി ഹോർമോണുകൾ നമ്മുടെ പ്ലാസൻ്റ പ്രഗ്നൻസി ടൈമിൽ ഒരു വുമൻ്റെ ലൈഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കി. HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, HPL ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, അതുപോലെ ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോജൻ. ഈ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻസി ഡിറ്റക്റ്റ് ചെയ്യുന്നത് യൂറിനിൽ HCGയുടെ പ്രസൻസ് നോക്കിയിട്ടാണ്. സോ HCG യൂറിനിൽ കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് വുമൺ ഈസ് പ്രഗ്നൻ്റ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. സോ HCGയുടെ പ്രസൻസ് നോക്കിയിട്ടാണ് പ്രഗ്നൻസി നമ്മൾ കൺഫേം ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ലേറ്റർ പ്രഗ്നൻസിയുടെ ഫർദർ സ്റ്റേജുകളിൽ, ലേറ്റർ ഫേസുകളിൽ ഈ പറഞ്ഞ ഹോർമോണുകളല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഹോർമോൺ പ്രൊഡ്യൂസ് ലാസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ റിലാക്സിൻ എന്ന് പറഞ്ഞ ഒരു ഹോർമോൺ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കി. ഓവറി. ഇതുവരെ എന്തായിരുന്നു? പ്ലാസൻ്റ ആയിരുന്നു ഈ പറഞ്ഞ HCG, HPL, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പ്രഗ്നൻസി ടൈമിൽ ഹെൽപ്പ് ചെയ്തെന്നുണ്ടെങ്കിൽ ലേറ്റർ ഫേസിൽ ലാസ്റ്റ് പീരീഡ് ഓഫ് പ്രഗ്നൻസിയിൽ റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഡെലിവറി ഓഫ് ദ ബേബീനെ ഹെൽപ്പ് ചെയ്യാനുള്ള. സോ ആ റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പക്ഷേ പ്ലാസൻ്റ അല്ല, ബൈ ദ ഓവറിയാണ് അങ്ങനെ ആ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ HCG ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, അതുപോലെ HPN ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ, ഇപ്പം നമ്മൾ ലാസ്റ്റ് പറഞ്ഞ റിലാക്സിൻ, ഈ പറഞ്ഞ ഹോർമോണുകൾ പ്രഗ്നൻസി പീരീഡിൽ മാത്രം ഒരു വുമൻ്റെ ലൈഫിൽ കാണുന്നത്. അല്ലാത്ത സമയത്ത് ഒരു വുമൻ്റെ ലൈഫിൽ HCG, HPL, റിലാക്സിൻ എന്നീ പറഞ്ഞ ഹോർമോണുകൾ കാണില്ല. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HCG, HPL, റിലാക്സിൻ എന്നീ പറഞ്ഞ ഹോർമോണുകൾ പ്രഗ്നൻസി പീരീഡിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ഇത് മാത്രമല്ല, പ്രഗ്നൻസി പീരീഡിൽ നമ്മൾ പറഞ്ഞ ഇനിയും കുറേ ഹോർമോൺസുകളുണ്ട്. ആ ഹോർമോണുകൾ നോർമൽ ഒരു വുമൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന ഹോർമോൺസുകൾ
പ്ലസ് നമ്മളിപ്പോൾ പറഞ്ഞ പ്രഗ്നൻസിയിൽ മാത്രം ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോണിൻ്റെയൊക്കെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങും. സോ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ആരൊക്കെയാണ് നോക്കിയേ, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ, കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ, തൈറോക്സിൻ. ഒരിക്കൽ കൂടി പറയാം, ഈസ്ട്രോജൻ നമ്മുടെ ഫീമെയിൽ ഹോർമോൺ, പ്രഗ്നൻസിനെ ഹെൽപ്പ് ചെയ്യുന്ന പ്രൊജസ്ട്രോജൻ, അതുപോലെ കോർട്ടിസോൾ സ്റ്റിറോയിഡ് ഹോർമോണുകൾ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിന് സഹായിക്കാനായിട്ട്, അതുപോലെ പ്രോലാക്റ്റിൻ മിൽക്ക് പ്രൊഡക്ഷന് സഹായിക്കാനായിട്ട്, അതുപോലെ തൈറോക്സിൻ ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ സഹായിക്കാനുള്ള ഗ്രോത്ത് ഹോർമോൺ തൈറോക്സിൻ. ഇതൊക്കെ മെറ്റേണൽ ബ്ലഡ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ബ്ലഡിൽ ഇൻക്രീസ്ഡ് എമൗണ്ട് പ്രഗ്നൻസി പീരീഡിൽ ഈ പറഞ്ഞ ഹോർമോണുകളുടെ എമൗണ്ടൊക്കെ വളരെയധികം കൂടാൻ തുടങ്ങും. അല്ലാത്ത സമയത്തും ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ ഇല്ല, തൈറോക്സിൻ ഇതൊക്കെ മെറ്റേണൽ ബ്ലഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എമൗണ്ട് വളരെയധികം കൂടാൻ തുടങ്ങും ഡ്യൂറിങ് പ്രഗ്നൻസി. അതുപോലെ തന്നെ ഈ ഹോർമോണുകൾ എന്തിനാണ് പ്രഗ്നൻസിയിൽ ഇത്രയധികം പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സപ്പോർട്ടിങ് ഫീറ്റൽ ഗ്രോത്ത്. ആ ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന എംബ്രിയോയ്ക്ക് അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ എല്ലാ ഹോർമോണുകളും വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ മെറ്റബോളിക് ചേഞ്ചസ് ഇൻ ദ മദർ. സോ അമ്മയുടെ ബോഡിയിൽ ഇത്രയും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അമ്മയുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാവും. സോ ഈ മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടായാൽ മാത്രമേ ആ ഫീറ്റൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ സപ്പോർട്ടിങ് ഫീറ്റൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ. അതുപോലെ മെറ്റബോളിക് ചേഞ്ചസ് ഇൻ ദ മദർ, അമ്മയുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഈ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഹോർമോണുകളൊക്കെ ആവശ്യമാണ്. സോ ഒരിക്കൽ കൂടി പറയാം. സോ നമ്മുടെ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് അപ്പിയർ ചെയ്യും. അതിൻ്റെ പേരാണ് കൊറിയോണിക് വില്ലൈ. ഈ കൊറിയോണിക് വില്ലൈനെ സറൗണ്ട് ചെയ്തിട്ട് യൂട്രൈൻ ടിഷ്യൂ, മെറ്റേണൽ ബ്ലഡൊക്കെ ഉണ്ടായിരിക്കും. ഈ കൊറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂയും കൂടി മിക്സ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് ഒരു സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ പേരാണ് പ്ലാസൻഡ. സോ പ്ലാസൻഡ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണപ്പെടുന്നത് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫീറ്റസിൻ്റെയും അതുപോലെ തന്നെ മെറ്റേണൽ ബോഡി അമ്മയുടെ ബോഡിയുടെയും ഇടയിലാണ് പ്ലാസൻഡ കാണുന്നത്. പിന്നെ പ്ലാസൻഡയുടെ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പ്ലാസൻഡ എന്താ ചെയ്യണേ? കുട്ടിക്ക് അല്ലെങ്കിൽ സപ്ലൈ ഓഫ് ഓക്സിജൻ, വളരുന്ന ഫീറ്റസിന് ഓക്സിജനും ന്യൂട്രിയൻസും പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ആ ഫീറ്റസിൽ നിന്നുള്ള എക്സ്ക്രീറ്ററി മെറ്റീരിയൽസും കാർബൺ ഡൈ ഓക്സൈഡൊക്കെ റിമൂവ് ചെയ്യാനും സഹായിക്കുന്നത് പ്ലാസൻഡയാണ്. അതുപോലെ നമ്മുടെ പ്ലാസൻഡ എംബ്രിയോയുമായിട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുന്ന ഇതിൻ്റെ പേരാണ് അംബിലിക്കൽ കോഡ്. ഈ അംബിലിക്കൽ കോഡിൻ്റെയും ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസസ് ടുവേർഡ്സ് എംബ്രിയോ ആൻഡ് ഫ്രം ദ എംബ്രിയോയിലേക്കും എംബ്രിയോയിൽ നിന്നും. അതുപോലെ തന്നെ പ്ലാസൻഡയുടെ വേറൊരു ഫംഗ്ഷൻ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ട് ആക്ട് ചെയ്യണം. അതായത് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടിഷ്യൂ ആയിട്ട് കൂടി പ്ലാസൻഡ ആക്ട് ചെയ്യാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത് HCG, HPL, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ലേറ്റർ ഫേസ് ആകുമ്പോൾ പ്രഗ്നൻസിയിൽ റിലാക്സിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ HCG, HPL ആൻഡ് റിലാക്സിൻ പ്രഗ്നൻസി പീരീഡിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളാണ്. ഇത് പോരാണ്ട് പ്രഗ്നൻസിയുടെ ഫർദർ സ്റ്റേജുകളിലും അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂസ് പീരീഡുകളിലൊക്കെ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ, കോർട്ടിസോൾ, പ്രോലാക്റ്റിൻ, തൈറോക്സിൻ ഇതിൻ്റെയൊക്കെ എമൗണ്ട് സെവറൽ ഫോൾഡ് അത്രയധികം ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. എവിടെ? മെറ്റേണൽ ബ്ലഡ്, അമ്മയുടെ ബ്ലഡിൽ ഈ ഹോർമോണിൻ്റെ എമൗണ്ടൊക്കെ വളരെയധികം കൂടാൻ തുടങ്ങും ഡ്യൂറിങ് പ്രഗ്നൻസി. എന്തിനു വേണ്ടിയിട്ടാണ്? എന്നാൽ മാത്രമേ ഫീറ്റസിൻ്റെ ഗ്രോത്ത് കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അമ്മയുടെ ബോഡിയിൽ ഒരുപാട് മെറ്റബോളിക് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അതുവഴി മെയിൻ്റനൻസ് ഓഫ് പ്രഗ്നൻസി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. ഇതാണ് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇതിന് ശേഷം എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം.